ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരിപ്പോൾ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നവീൻ വളരെയധികം ശ്രുതിനെ ശല്യപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി നവീനെതിരെ കൊട്ടേഷൻ കൊടുക്കാണ്ട് ആൻ്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നാൽ ആൻ്റണി അവിടെ വെച്ചിട്ട് നമ്മുടെ ശ്രുതിയോടായിട്ടൊരു സത്യാവസ്ഥ തുറന്ന് പറയുന്നുണ്ടല്ലേ, ചന്ദ്രയുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയത് ശരത്താണെന്നും ആ ശരത്തിൻ്റെ ആ ഒരു വീഡിയോ സച്ചിയുടെ കയ്യിലാണ് ഉള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് അതിൽ വലിയ ഷോക്കാവുന്നുണ്ട്. അതിലും വലിയ ഷോക്കാവുന്നത് മറ്റൊന്നുമില്ല, ശ്രുതിനോട് ഈ ഒരു വീഡിയോ ശരത്തിൻ്റെ ഫോണിൽ നിന്നും ആൻ്റണിക്ക് അയച്ചു കൊടുത്താൽ മാത്രമാണ് നവീൻ്റെ തന്നെ കാര്യം താൻ കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴാണ്. ആദ്യമൊക്കെ ശ്രുതി മടിച്ചു നിൽക്കുമെങ്കിലും നവീൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രുതി ഇതിനെല്ലാം തന്നെ സമ്മതിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ശ്രുതി പല വഴികൾ നോക്കുന്നുണ്ട്. പല വഴികളിലൂടെ ശ്രുതിയുടെ കയ്യിൽ ഫോൺ കിട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ വെറുതെ ആയി പോവുകയും ചെയ്യുകയാണല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു പാർട്ടി, അതായത് ശ്രുതിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നടത്താമെന്ന് ശ്രുതി തീരുമാനിക്കുക. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, തങ്ങൾക്കായിട്ടൊരു വലിയൊരു ബിസിനസ്സിൻ്റെ ഓർഡർ പിടിച്ചെടുക്കുന്ന ആ ഒരു പാർട്ടിനെ ആ ഒരു ടീംസിനെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും തങ്ങളുടെ ഫാമിലി ഒരു റിച്ച് ഫാമിലിയാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ശ്രുതി ഒരു പാർട്ടി നടത്തുന്നത്. എന്നാൽ ശ്രുതിയുടെ ലക്ഷ്യം ഈ ഒരു ഇതിലൂടെ ബിസിനസ് പിടിക്കുകയും വേണം, മാത്രമല്ല സച്ചിയുടെ ഫോണിലെ വീഡിയോ കൈക്കലാക്കുകയും വേണം. അതെല്ലാം തന്നെ ശ്രുതി ചിന്തിച്ചു കൂട്ടുന്ന ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ട ഭാഗമാണ്. അതിന് വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയൊരു വെള്ളാടി പാർട്ടിക്കേണ്ട സമയത്ത് സച്ചിയും ശ്രീകാന്ത് എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്ന സമയത്ത് ശ്രുതി സച്ചിയുടെ ഫോൺ പതിയെ മേടിച്ചെടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പോലെ കാണിച്ച് വീഡിയോ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി അതേ രീതിയിൽ തന്നെ ഫോൺ മേടിച്ചുകൊണ്ട് പോകുകയും ചെയ്തിട്ട് അങ്ങനെ പദ്ധതികളെല്ലാം തന്നെ വെറുതെ ആയി പോകുന്ന സമയത്താണ് മീര വന്നിട്ട് ചോദിക്കുക, എന്തായാലും ഈ ഫോൺ നിൻ്റെ കൈ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പല വഴികളോടെ ഫോൺ കിട്ടി മീര, പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു പാർട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഫോൺ കൈക്കലാക്കുമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ശ്രീകാന്ത് ശ്രുതിയും സച്ചിയും 4 കാലിലാണ് കേട്ടോ തിരികെ വീട്ടിലേക്കായിട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് 3 പേര് ലിഫ്റ്റിൽ കയറുന്ന നേരത്ത് തന്നെ സച്ചിയുടെ ഫോൺ ശ്രുതി നൈസായിട്ട് തന്നെ അടിച്ചു മാറ്റി ശ്രുതിയുടെ കോട്ടിൻ്റെ പോക്കറ്റിലേക്കായിട്ട് ഇടുന്നുണ്ട്. എന്നാൽ അവിടെയും ശ്രുതിക്ക് കഷ്ടകാലമാണ്. 3 പേരും വെള്ളം മേടിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ രവി വീടിനകത്ത് കയറ്റുന്നില്ല. 3 പേരും ഒന്ന് പുറത്ത് കിടന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെയും ശ്രുതിനെയും സച്ചിനെയും വീടിന് പുറത്താണ് കിടത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെല്ലാവരും ഉറങ്ങുന്ന സമയം നോക്കി പതിയെ പുറത്തിറങ്ങി ഫോൺ എടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ശ്രുതി ഉറങ്ങാതിരിക്കുന്ന സമയത്തും അവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ രേവതി സച്ചി കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉറങ്ങാതെ ഇരിക്കുകയാണ്. സച്ചി വെള്ളം ചോദിക്കുന്ന സമയത്ത് രേവതി വെള്ളം കൊണ്ടേ കൊടുക്കുകയും പിന്നീട് സച്ചി രേവതിയോട് തുറന്ന് സംസാരിക്കുകയും ഇരുവരും തമ്മിൽ ആ ഒരു സമയത്ത് അവിടെ ചെറുതായിട്ടൊരു റൊമാൻറ്റിക് സംസാരമൊക്കെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള സംസാരം കാരണം സച്ചിയോട്ട് ഉറങ്ങുന്നുമില്ല, ശ്രുതിക്ക് ഫോൺ എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നേരം വെളുക്കുവോളം ഇരുന്നിട്ട് സച്ചി രേവതിയുടെ സംസാരം തീരാതെ കൊണ്ട് തന്നെ ശ്രുതി ആ ഒരു സമയത്ത് കടന്നുറങ്ങി പോകുന്നുണ്ട്. എന്നാൽ നേരം വെളുക്കുന്ന സമയത്ത് സച്ചിയും ശ്രുതിയും ശ്രീകാന്തും എഴുന്നേറ്റ് വന്നതിന് ശേഷം രവിനോട് ക്ഷമ പറയുകയും രവി 3 പേരുടെ ആയിട്ട് ഫ്രഷായിട്ട് വരാണ്ട് റൂമിലേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രുതിക്ക് ആ ഒരു ഫോൺ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രുതി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ശ്രുതിയുടെ കയ്യിലേക്ക് ആ ഒരു ഫോൺ ലഭിക്കുന്നുണ്ട്. അതിന് പിന്നീട് വരുന്ന ഭാഗങ്ങൾ എന്തായാലും ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.